എല്ലാവർക്കും ടെസ്റ്റിംഗ് ബഡ്ഡി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സൈക്കോളജി ഓഫ് ടെസ്റ്റിംഗ്, അതായത് ടെസ്റ്റിങ്ങിൻ്റെ മനഃശാസ്ത്രം. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ഈ സൈക്കോളജി ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഇൻ്റർവ്യൂസിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഒന്നുമല്ല. പക്ഷേ ഇത് നമുക്ക് പഠിച്ചാലാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിന് നല്ലൊരു കരിയർ ഉണ്ടാവുകയും നമ്മൾ വർക്ക് ചെയ്യുന്ന ഫേമിൽ നമുക്കതിൻ്റെ നല്ലൊരു വർക്ക് കൾച്ചർ രൂപപ്പെടുത്തിയെടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സൈക്കോളജി ഓഫ് ടെസ്റ്റിങ്ങിൻ്റെ ഒരു റിയൽ ടൈം എക്സാമ്പിൾ വെച്ച് നമുക്കിതിൻ്റെ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കാം. അതായത് ഹൗ ഈസ് ഹ്യൂമൻ സൈക്കോളജി റിലേറ്റഡ് ടു ടെസ്റ്റിംഗ് അലോങ് വിത്ത് എ റിയൽ ലൈഫ് എക്സാമ്പിൾ. അതാണ് നമ്മളിന്ന് പറയാൻ പോണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ടെസ്റ്റേഴ്സും ഉണ്ടാവും, ഡെവലപ്പേഴ്സും ഉണ്ടാവും. ഒരു ടെസ്റ്ററുടെ മൈൻഡ് സെറ്റ് ആവില്ല ഒരിക്കലും ഡെവലപ്പർക്ക് എന്തിനായിരിക്കും എപ്പോഴും ഒരു ഡിസൈനിങ് ആൻഡ് ഡെവലപ്പിംഗ് ആറ്റിറ്റ്യൂഡായിരിക്കും. അവർക്ക് ഡിസൈനിങ് ഡെവലപ്പിംഗ് ആണ് അവർ ചെയ്യുക. അതായത് അവർക്കറിയാവുന്ന പ്രോഗ്രാമിംഗ് ഇതും ഫ്രെയിം വർക്കും ഡാറ്റാബേസ് മാനേജ്മെൻറ്റും ആൽഗോരിതമൊക്കെ ഉപയോഗിച്ച് അവരൊരു ആപ്പ്, ഒരു സോഫ്റ്റ്വെയർ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനാണ് നോക്കണത്. അതേസമയം ഒരു ടെസ്റ്റർ എന്താണ് ചെയ്യണത്? അവരവരുടെ ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കസ്റ്റമറുടെ SRS വെച്ചിട്ടും മൊത്തത്തിലുള്ള അവർ ആർജിച്ചെടുത്ത അറിവ് വെച്ച് എന്ത് ചെയ്യണു, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫ്ലോസ്, ഡ്രോബാക്സ്, എറേഴ്സ്, ഫെയിലിയർ ആവുന്ന കണ്ടീഷൻസൊക്കെ അവർ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടെസ്റ്ററുടെയും ഡെവലപ്പറുടെയും ആറ്റിറ്റ്യൂഡും മൈൻഡ് സെറ്റും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും മനസ്സിലാക്കാം. ഓക്കെ, അത് നമുക്കൊരു റിയൽ ടൈം എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ഹോട്ടലിൽ ഒരു ചെഫ് ഉണ്ടെന്ന് വയ്ക്കുക, ഒരു കുക്ക് ചെഫ് ഒരു 5 സ്റ്റാർ ഹോട്ടലുണ്ടെങ്കിൽ ആളുടെ ജോബ് എന്താണ്? ആൾക്ക് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് മാക്സിമം ടേസ്റ്റിയും മാക്സിമം ഹെൽത്തിയും അട്രാക്റ്റീവും ആയിട്ടുള്ള ഫുഡ്സ് ഉണ്ടാക്കുക. വേറെ ഒന്നും ആളുടെ ഇതല്ല. ആൾ ഏറ്റവും ഭംഗിയാക്കി അത് ചെയ്യാന്നുള്ളത് മാത്രമാണ് ആളുടെ ഒരു ഇത്. ഇനിയിപ്പോൾ സപ്പോസ് ആ ഒരു ഹോട്ടലിൽ ഒരു ഇന്റേണൽ ആയിട്ടൊരു ക്വാളിറ്റി കൺട്രോളർ, ഇന്റേണൽ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഇൻസ്പെക്ടറെ നിയമിച്ചു നിൽക്കുക. ആ 5 സ്റ്റാർ ഹോട്ടലിൽ, ആ ഹോട്ടലിൽ തന്നെ ഉണ്ടാക്കുന്ന ഡിഷസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓഫീസറെ, ഒരു ക്വാളിറ്റി ഇൻസ്പെക്ടറെ വെച്ചു നിൽക്കുക ഇന്റേണലായിട്ട്. അപ്പോൾ ആളുടെ ജോബ് എന്തായിരിക്കും? ആളെപ്പോഴും എന്ത് ചെയ്യണം? ആ ഫുഡ്സ്, അതായത് ചെഫ് ഉണ്ടാക്കുന്ന ഫുഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ പോരായ്മകൾ, അതിന് ടേസ്റ്റിന് വല്ല കുറവുണ്ടോ, അട്രാക്റ്റീവായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, മൊത്തം കാര്യങ്ങളാണ് അവർ നോക്കണത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ചെഫ് ചെയ്യണ ജോലിയാണ് എന്ത് ചെയ്യണേ, ഒരു ഡെവലപ്പർ ചെയ്യണേ. ഈ ക്വാളിറ്റി ഇൻസ്പെക്ടർ ചെയ്യണ ജോലിയാണ് എന്ത് ചെയ്യണേ, ഒരു ടെസ്റ്റർ ചെയ്യണേ. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ രണ്ടുപേരുടെയും മൈൻഡ്, ഒരു ചെഫിൻ്റെ മൈൻഡ് സെറ്റ് ആവില്ല അവിടെ വർക്ക് ചെയ്യണ ക്വാളിറ്റി ഇന്റേണൽ ഇൻസ്പെക്ടറിൻ്റെ, അല്ലേ? ചെഫിനത് മാക്സിമം നന്നാക്കുക, കൂടുതൽ ടേസ്റ്റി ആക്കുക, ആൾക്ക് കിട്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുക. ടെസ്റ്റർക്ക് എന്താണ്? അതിൻ്റെ ഇന്റേണൽ ആ ഒരു ഫുഡിൽ എന്തൊക്കെ പോരായ്മകളുണ്ട്, എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് കൂടുതലുണ്ടോ കുറവുണ്ടോ എന്ന് മാത്രമാണ് അവർ നോക്കുക. അപ്പോൾ ഒരാളും പോസിറ്റീവായിട്ടും, ടെസ്റ്റേഴ്സ് ഇപ്പോൾ എന്താണ് അതിൻ്റെ ഒരു നെഗറ്റീവ് ഇൻറ്റൻറ്റോടുകൂടി, നെഗറ്റീവ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മളെപ്പോഴും ആ ഒരു ഇത് കൂടുതൽ നന്നാക്കാൻ തന്നെയാണ്. അൾട്ടിമേറ്റ്ലി ഇതൊരു പോസിറ്റീവ് തോട്ട് തന്നെയായിട്ട് നമ്മൾ തീർക്കണം. അവിടെയാണ് രണ്ടുപേരുടെയും വ്യത്യാസം വരണത്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഹ്യൂമൻ സൈക്കോളജിയിൽ പറയുന്ന ഒരു എലമെന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ കൺഫർമേഷൻ ബയാസ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ഹ്യൂമൻ സൈക്കോളജിയിൽ. അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾ മനുഷ്യന്മാർ കാലങ്ങളായിട്ട് വിശ്വസിച്ചിരിക്കുന്ന നമ്മുടെ വിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായം വന്നാൽ നമുക്ക് പെട്ടെന്ന് അത് എഗ്രി ചെയ്യാൻ, അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു വൈമനസ്യം ഉണ്ടാവും. അതിനൊരു ഡിഫിക്കൽട്ടി കാണിക്കും. അതുപോലെ തന്നെയാണ് ഡെവലപ്പേഴ്സ് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ്, നമ്മൾ ഒരിക്കലും അവർ ചിന്തിക്കില്ല അവരുണ്ടാക്കിയ പ്രൊഡക്റ്റിൽ എറർ ഉണ്ട് എന്നോ എന്തെങ്കിലും മിസ്സിങ് ഉണ്ടോ എന്നോ അവർ ചിന്തിക്കില്ല. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും അത് ടെസ്റ്റ് ചെയ്തിട്ട് അവരുടെ ഒരു എറർ കണ്ടുപിടിക്കാനുള്ള ചാൻസോ, അത് കൂടുതൽ ഫീഡ്ബാക്ക് എടുത്ത് നന്നാക്കാനുള്ള ചാൻസോ വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ടെസ്റ്ററിനെ ഒരു കമ്പനികളിൽ വെക്കുന്നത്. ടെസ്റ്റർ എപ്പോഴും എന്തായിരിക്കും, അതിൻ്റെ ഒരു വേറൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഒരു ടെസ്റ്റർ അതിൻ്റെ ഒരു കോഡിൻ്റെ ഇൻകറക്റ്റൻസ് കണ്ടുപിടിക്കാനും
കോഡിൻ്റെ ഒരു ഫ്ലോസ് കണ്ടുപിടിക്കാനും ഡിഫക്ട്സ് കണ്ടുപിടിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് എപ്പോഴും ഒരു ടെസ്റ്റർ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ടെസ്റ്റർ ഒരു ബഗ് കണ്ടുപിടിക്കുമ്പോൾ അത് ഡെവലപ്പേഴ്സിനെ വ്യക്തിപരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോഴും നമ്മൾ ആ ബഗ്ഗിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം അത് റിപ്പോർട്ട് ചെയ്യാൻ. അങ്ങനെയാണ് നമുക്കൊരു ടെസ്റ്ററും ഡെവലപ്പറായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റുള്ളൂ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്തില്ലേ ഈ ഒരു സൈക്കോളജി ഓഫ് ടെസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക്കിൽ മെയിനായിട്ട് കൺസിഡർ ചെയ്യണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഓൺലൈൻ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ട്രെയിനിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് നമ്മൾ സ്പെഷ്യൽ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽ ട്രെയിനിങ് നൽകുന്നതാണ്. നിങ്ങൾക്ക് സർട്ടിഫിക്കേഷനും ഇന്റേൺഷിപ്പും എല്ലാ സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.